അങ്ങനെ വൈകുന്നേരത്തെ മേല് കഴുകലും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിങ്ങനെ ഫോട്ടോത്തിൻ്റെ അടുത്തുനിന്ന് വിളക്ക് കത്തിച്ചിട്ട് സിറ്റൗട്ടിൽ കൊണ്ടുവയ്ക്കാറാണ് കേട്ടോ പതിവ്. അവിടെ നിന്നാണ് നമ്മൾ നാമം ചൊല്ലാനിരിക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിളക്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കേട്ടോ അച്ഛൻ കടയിൽ നിന്ന് വന്നത്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കുള്ളത് ഇവിടെ തന്നു, ബാക്കി അച്ഛൻ മുകളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം ഞാൻ അരി ആട്ടി വെക്കുകയാണ്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ആട്ടി വെച്ചു, പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചിട്ടോ. സത്യം പറഞ്ഞാൽ അരി ആട്ടാനുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രിഡ്ജിലായിരുന്നു അരി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടോ. ഇത് ദിയ മുകളിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നാണ്, ഉപ്പിലിട്ട മാങ്ങ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം ഞാൻ രാത്രിക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു കുറുമ മോഡലാണ് ഇട്ടുണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു, പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ സവോള, അത് കനം കുറച്ചോ കട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും അരിയട്ടെ. ഞാൻ നല്ല ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, കാരണം മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞേരം പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇങ്ങനെ എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ. ഇതേ മസാലകൾ തന്നെ ഞാൻ ചിക്കനിലും പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്താൽ മതി, ബാക്കി കുറവിനനുസരിച്ച് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, ചിക്കൻ വേവാൻ വേണ്ടി വെച്ചു. പിന്നെ ചൂടാറാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ മിക്സിയിൽ അടിക്കാനുള്ളത്. ആ സമയം കൊണ്ട് മുകളിൽ നിന്ന് ചേച്ചി കപ്പയും മീൻകറിയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സാധനം, മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനം തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ചോറിലേക്കും പറ്റും. അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് പാത്രം അപ്പം തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇന്ന് ഉപ്പേരിയൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ പപ്പടം നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പപ്പടം കൂടെ വറുത്തെടുത്തു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.